ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കേണ്ട മേയർ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് LDFിലും UDFിലും ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്, അന്തിമ ധാരണയിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ അന്തിമ ധാരണയിലെത്തിയപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന LDF സ്ഥാനാർത്ഥി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സദാശിവൻ ഉദയമംഗലത്ത് എന്ന തടമ്പാട്ട് താഴത്ത് നിന്നും LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച CPIMന്റെ സിറ്റിംഗ് കൗൺസിലർ കൂടിയായ സദാശിവനെയാണ് LDF നേതൃത്വം മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി കോട്ടുളിയിൽ നിന്നുള്ള S ജയശ്രീയെയും LDF നേതൃത്വം പരിഗണിക്കുന്നു. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയ്ക്കായി അയച്ച ആ ലിസ്റ്റ് ഇന്ന് തിരിച്ച് അവരുടെ ഒരു എന്താണ് കൃത്യമായി സംസ്ഥാന നേതൃത്വത്തിൻ്റെ മനസ്സിലിരിപ്പ് അത് കൃത്യമായി ഇന്ന് അറിയാൻ കഴിയും. അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇന്ന് LDFിൻ്റെ ജില്ലാ കമ്മിറ്റി കോഴിക്കോട് ചേരുന്നുണ്ട് വൈകിട്ട്. അതിനുശേഷം ആ ജില്ലാ കമ്മിറ്റിയിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് UDFിലും ധാരണയായിരിക്കുന്നു. അത് മറ്റാരുമല്ല, UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി വരുന്നത് അട്ടിമറി വിജയം നേടി ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദിനെ മീഞ്ചന്ത ഡിവിഷനിൽ അട്ടിമറിച്ച SK അബൂബക്കറാണ്. SK അബൂബക്കർ സിറ്റിംഗ് കൗൺസിലറാണ്. SK അബൂബക്കർ പോലും തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മീഞ്ചന്ത ഡിവിഷനിൽ മുസാഫർ അഹമ്മദിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞതിൽ SK അബൂബക്കറിന്റെ ജനങ്ങളോടുള്ള പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഇടപെടൽ കൂടി അതിനകത്ത് നിർണായകമായിരുന്നു എന്ന് പാർട്ടി വിലയിരുത്തുകയാണ്. മാത്രമല്ല, മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയാണ്. ആ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും SK അബൂബക്കറിനെ പരിഗണിക്കുക. മാത്രമല്ല, ഈ മുസാഫർ അഹമ്മദിനെ അട്ടിമറി ജയം മുസാഫർ അഹമ്മദിനെതിരെ നേടിയ ഒരാൾ എന്ന രീതിയിൽ പാർട്ടി ഒരു അംഗീകാരം കൂടി SK അബൂബക്കറിന് കൊടുക്കുകയാണ്. അങ്ങനെയാണ് SK അബൂബക്കറിനെ മേയർ സ്ഥാനാർത്ഥിയായി UDF പരിഗണിക്കുന്നത്. അത് UDFിനകത്ത് ധാരണയായിട്ടുണ്ട്. കോൺഗ്രസിനാണ് മേയർ സ്ഥാനാർത്ഥിയുടെ തീരുമാനമെടുക്കാനുള്ള അധികാരം UDFിന്റെ ഉഭയകക്ഷി ചർച്ചയിൽ നൽകിയിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയറായി മുസ്ലിം ലീഗിനാണ് അധികാരം നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് കൊമ്മേരി ഡിവിഷനിൽ നിന്നും UDF സ്വതന്ത്രയായി മുസ്ലിം ലീഗ് മത്സരിപ്പിച്ച കവിത അരുണിനെയാണ്. കവിത അരുൺ തുടർച്ചയായി മൂന്നാമത്തെ തവണയാണ് കൗൺസിലറായി വരുന്നത്. കഴിഞ്ഞ 2 ടേമുകളിലും ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിന്റെ കൗൺസിലറായിരുന്നു കവിത അരുൺ. ആ കവിത അരുൺ ഇത്തവണ UDF സ്വതന്ത്രയായിട്ടാണ് വിജയിച്ചത്. ആ കവിത അരുണിനെ ഒരു മുസ്ലിം ലീഗിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാക്കുക, അതുവഴി മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത് ഒരു പൊതുസമ്മതയായിട്ടുള്ള ഒരു വ്യക്തിയെ നിർത്തുക, മുസ്ലിം ലീഗിന്റെ മതേതരത്വ മുഖത്തിന് കൂടുതൽ ഏറ്റവും ഒരു മേന്മ ചാർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ്. കവിത അരുണിനെ മുസ്ലിം ലീഗ് മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു. മറ്റ് 2 പേരുകൾ കൂടി മുസ്ലിം ലീഗിന്റെ പരിഗണനയിലേക്ക് ഉയർന്നു വന്നിരുന്നു. ഒന്ന് സൗഫിയ അനീഷ് ആണ്. സൗഫിയ എന്ന് പറയുന്നത് തുടർച്ചയായി 2 തവണ ഈ കവിത അരുണിനെ പോലെ തന്നെ കൗൺസിലറായി നിലനിൽക്കുന്ന ഒരാളാണ്. ആയിഷ ബി പാണ്ഡികശാലയുമുണ്ട്. ഇതുപോലെ ഈ മൂന്നാമത്തെ തവണ കൗൺസിലറായി വരുന്ന ആൾ എന്ന രീതിയിൽ ആയിഷ ബി പാണ്ഡികശാലയുടെ പേരും ഉയർന്നു വന്നിരുന്നു. പക്ഷേ കവിത അരുണിന്റെ പേരിനാണ് പാർട്ടി നേതൃത്വം കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. UDFിന്റെ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും നാളെയാണ് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. അന്തിമമായ ഒരു ലിസ്റ്റിലേക്ക്, അന്തിമ ധാരണയിലേക്ക് നേതൃത്വം എത്തിയിരിക്കുകയാണ്. NDAയെ സംബന്ധിച്ച് NDA എന്തായാലും 13 സീറ്റുകൾ മാത്രമാണ്, 13 ഡിവിഷനുകളാണ് NDA വിജയിച്ചത്. 7 എന്നതിൽ നിന്നും 13 വർദ്ധിപ്പിക്കാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ കറുത്ത കുതിരകളായി മാറാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും NDA ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് ആരെയും മത്സരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമില്ല. പകരം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നൊരു നയമായിരിക്കും NDA സ്വീകരിക്കുക. NDA ഇരുമുന്നണികളോടും LDFിനോടും UDFിനോടും തുല്യ അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു നയമായിരിക്കും ഈ കൗൺസിലിനകത്ത് NDA സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ്. NDA സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കില്ല എന്നുള്ളതാണ് അന്തിമമായി അറിയുന്നത്. ഇനി അവസാന നിമിഷത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആരെങ്കിലും ഒരാളെ ഈ സ്ഥാനാർത്ഥിയായി നിർത്തിയേക്കാം. അത് ടി റനീഷിനെയോ അല്ലെങ്കിൽ നവ്യ ഹരിദാസിനെയോ ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കേൾക്കുന്നത്. പക്ഷേ NDA മത്സരിക്കുന്നില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് BJP വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്നത്. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനകത്തെ മേയർ സ്ഥാനാർത്ഥിയുടെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുടെയും മത്സര ചിത്രം തെളിയുകയാണ്. ഇതിൽ LDF സ്ഥാനാർത്ഥികൾക്കാണ് ജയസാധ്യത നിലവിലെ കക്ഷി നിലയനുസരിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മേയറായി സദാശിവനും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായി ഡോക്ടർ S ജയശ്രീയും വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെ ഒരു പരിചയ സമ്പന്നരുടെയും പുതുമുഖങ്ങളുടെയും നിരകളടങ്ങിയ ഒരു ഭരണസമിതിയായിരിക്കും ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷത്തിന് വലിയ മേൽക്കൈ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തവണ ഈ ഭരണപക്ഷത്തിന് നേരത്തെ ഉള്ളതുപോലെ പാസ് എന്ന രീതിയിൽ അജണ്ടകൾ പാസ്സാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി
നയതന്ത്രത്തിലൂടെ ഒപ്പം ചേർത്ത് നിർത്തി മാത്രമുള്ള ഒരു ബിസിനസ് മാത്രമാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷന് കൊണ്ടുപോകാൻ കഴിയുക. അതുകൊണ്ട് ആ നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം മേയർ എന്ന ഒരു തീരുമാനത്തിൽ നിന്നാണ് ഒ സദാശിവന്റെ പേരിലേക്ക് LDF നേതൃത്വം എത്തിയത്. ഡെപ്യൂട്ടി മേയറായി ഡോക്ടർ S ജയശ്രീയെ വെക്കുമ്പോഴും അതുതന്നെയാണ് LDF നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്ന ഒരു ധാരണ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ രണ്ടുപേർ വിജയിച്ചു വരുന്നതിന് വലിയ മത്സരമായിരിക്കും. SK അബൂബക്കറും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി UDF പരിഗണിക്കുന്ന കവിത അരുണും പങ്കുവയ്ക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികം ഒരു ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും ഈ മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുക. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.